ബോസ് ആദ്യം ആ കഴുതെടുത്തിട്ട് എന്നെ പെരുമാറി കളഞ്ഞു. പിന്നെ ഒരു വലിയ ഡോഗി എന്നെ കുറെ നേരം ഓടിച്ചു ബോസ്. എനിക്ക് വീറിന്റെ അടുത്ത് പോലും പോവാൻ കഴിഞ്ഞില്ല ബോസ്. വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതെന്താണ് ബോസ്? നിങ്ങൾ എന്നെ പോലെ വേറൊരു കാറ്റിനെ ഉണ്ടാക്കിയോ? കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ചെയ്യരുത് ബോസ്. ടിംബക്റ്റ് ഇതിനു മുന്നേ പല പ്രാവശ്യം തോറ്റിട്ടില്ലേ? എന്നിട്ട് പുറത്താക്കിയില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തേ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം ഈ റോബോട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോ വലിയ ശല്യായല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അവനെ ചവിട്ടി പുറത്താക്കും. നോക്കോ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനൊരു പണി കൊടുക്കാം. അറ്റാക്ക്! ഇതെന്താ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. ഒരുവിധം രക്ഷപ്പെട്ടോ. വീർ അല്പം സൂക്ഷിച്ച്. ഇംലി, നീ എന്റെ അടുത്തേക്ക് വരരുത്. മാറി നിക്ക്. മറന്നുപോയി. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. എന്നെ പിടിച്ചോ. Roboboy suit on. നീ ചെന്ന് ചിണ്ടുവിനെ തേട്. ഞാൻ പോയി അപ്പൂപ്പനോട് കാര്യം പറയാം. ഹലോ ലാഫിംഗ് റോബോട്ട്, കോമ്പറ്റീഷൻ തുടങ്ങാം. നമ്മളിൽ ആരാണ് വീറിനെ ഏറ്റവും ദൂരത്തേക്ക് വലിച്ചെറിയുന്നതെന്ന് നോക്കാം. ഓക്കേ, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റെഡി. ടിംബക്ടു, എന്നെ അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ നീ ഒരുപാട് വിഷമിക്കും. വീർ, ഇനി ഞാൻ വിചാരിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. ഇന്നാ പിടിച്ചോ, നീ ഇനി ബലൂൺ പോലെ പറന്നു പറന്നങ്ങ് പോകും. നാനൂറ് മീറ്റർ. ഇനി നീ എറിയേ. ഇത് നിന്റെ ടേണാണ്. Wow! 500! Wow, smart! ഇനി നിന്നെ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് വലിച്ചെറിയും. ചിണ്ടുവിനെ തേടി കണ്ടെത്തിയെന്നറിയില്ല. ഭാഗ്യത്തിന് എനിക്ക് വേണ്ടി കിട്ടിയത് ഒരേ കടയിൽ നിന്ന് രസിച്ച് ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീറിനെ ടിംബക്ടു കൊണ്ടുപോയിരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് വീർ? ഇപ്രാവശ്യം നിന്നെ ഞാൻ 1000 കിലോമീറ്റർ ദൂരത്തേക്ക് പറഞ്ഞയക്കും. നോക്കിക്കോ. അവൻ അത്രക്ക് ധിക്കാരമോ? വാ ചുൽബുൾ, നമുക്ക് അവനൊരു പണി കൊടുക്കാം. ഷെടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്ത് മാജിക്കാ? ബോസ്, ഇവിടെ ഭയങ്കര മാജിക് നടക്കാണ് ബോസ്.
ടോട്ടലി കുറഞ്ഞിരിക്കുകയാണ്. എന്റെ ലേസർ ബീമും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ചുൽബുളിനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. അവനും ഇതുപോലെ മേഘത്തിൽ സവാരി ചെയ്താൽ വളരെയധികം സന്തോഷിക്കും. അവന് കഴിക്കാനായിട്ട് ക്യാരറ്റും കൊടുക്കും. വാവ്, ഇത്രയധികം ക്യാരറ്റോ? കലക്കി. ചുൽബുൾ, താഴെ എല്ലാരും എന്റെ മഴ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അവിടുത്തെ കാര്യം ഇവനോട് പറഞ്ഞ ഇവൻ അടുത്ത മിനിറ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആയി കളയും. വീറിനെ സഹായിക്കുന്നതിന് പകരം എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കും. അതുകൊണ്ട് ഇവനോട് ഒന്നും പറയണ്ട. കുറെ നേരത്തേക്ക് സ്വൈരമായിട്ടിരുന്ന് ഈ ക്യാരറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. പറ. എല്ലാം ഓക്കെ. വീർ അവിടെ ഉണ്ടല്ലോ, എല്ലാ കാര്യം അവൻ നോക്കിക്കോളും. അവിടെ ഒരു കുട പറക്കുന്നത് കണ്ടില്ലേ? അവൻ മറ്റുള്ളവരെ ശല്യം ഞാൻ ചെയ്യുന്നു. ഇപ്പൊ തന്നെ വീറിനെ സഹായിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? അല്ല, നീ ആരാ? നീ പോപ്കോൺ കഴിക്കാൻ വന്നതാ, ഞാൻ ക്യാരറ്റ് കഴിക്കാനും. ചെല്ല് പോയിരുന്ന് പോപ്കോൺ കഴിക്കേ. മേഘത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്ന് പോപ്കോൺ കഴിക്കാൻ നല്ല രസവാ. എന്റെ പ്രിയപ്പെട്ട കുടകളെ, വേഗം ചെന്ന് റോബോയെ പിടിക്ക്. അവനെ അറസ്റ്റ് ചെയ്യ. റോബോബോയ്, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അവനെ കൊല്ല. ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് ഞാൻ, രാജാവ്. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. നോ! എന്റെ കുടകൾ, എന്റെ കുടകൾ! ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് അറിയാമോ ഈ കുടകൾ? നിന്നെ ഞാൻ നശിപ്പിക്കും. എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇത് നിങ്ങളുടെ ഡോഗിയാണോ? എന്തിനാ ഇങ്ങോട്ട് ഇതിനെ കൊണ്ടുവന്നത്? ചിൽഡ്രൻസ്, അത് കണ്ടോ, നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡോഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ പോകുക. ഹേ ഡോഗ്, സ്റ്റോപ്പ് ബാർക്കിംഗ്. എന്താടാ നീ കിടന്ന് വെറുതെ കുരയ്ക്കുന്നത്? ഇനി ഞാൻ പറയുന്ന നീ കേക്ക്. അയ്യോ, സ്റ്റോപ്പ്. അയ്യോ, അത് നോക്ക്, ആ ഡോഗി എന്റെ പുറകിൽ തന്നെയുണ്ട്. ഹേയ്, ഞാനാ പറയുന്നത്, അവനെ വിട്ടേക്ക്. നീ ആരാടാ? എന്നോട് ആജ്ഞാപിക്കുകയാണോ? നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. യവനെ എടുത്തിട്ട് അങ്ങ് ഓടിച്ചാലോ? ഡോഗി, വെറുതെ ദേഷ്യപ്പെടരുത്. ദേഷ്യം മനുഷ്യന് മാത്രമല്ല, ഡോഗിക്കും അത് അപകടം തന്നെയാണ്. ഇപ്പൊ കാണിച്ചുതരാടാ. ഡോഗി ആരുടെ ശത്രുവാന്ന് കാണിച്ചുതരാ. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ഒരു എല്ല് കിട്ടി. യുവമാരെ കാര്യം വിട്ടേക്കാം. യുവമാരായിട്ട് ഞാനെന്തിനാ അവിടെ കൂടുന്നേ? ഞാനാ പ്ലാനിങ് മൊത്തം ചെയ്യുന്നേ, പക്ഷെ ക്രെഡിറ്റ് ഫുള്ളും ആ വീറ കൊണ്ടുപോകുന്നേ. പക്ഷെ ഈ പ്രാവശ്യം എന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും. ഞാൻ പ്രിൻസിപ്പൽ സാറുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേക്കാം. നിങ്ങള് പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയണം, ഏതോ ഒരു കള്ളൻ നിങ്ങളുടെ ഓഫീസിൽ എന്തോ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെന്ന്. നമ്മളുടെ വണ്ടി ആ കള്ളനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യൂല്ലേ? അപ്പൊ ശബ്ദം ഉണ്ടാക്കുമ്പോ ഞങ്ങൾ എല്ലാരും ഓടി വരണം അല്ലേ? അവസാനം ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയും, കള്ളൻ ജാലകം വഴി എസ്കേപ്പ് ആയെന്ന്. എല്ലാരും ഓരവരുടെ ബാഗ്സ് എടുത്ത് വെച്ചോ. എന്റെ ഈ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവും. വാ വേഗം വാ, കൂടുതൽ ടൈമൊന്നുമില്ല.